പശുക്കടവ് പൂഴിത്തോട് മലയിൽ ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം. കടന്തറപ്പുഴയിലും പശുക്കടവ് ചടയൻതോട് പുഴയിലും മലവെള്ളപ്പാച്ചിൽ. 11 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അഞ്ജന സുകുമാരൻ വിശദാംശങ്ങളുമായി ചേർന്നു. അഞ്ജന, നിലവിലെ സാഹചര്യം ആശങ്കയുടെ സാഹചര്യമാണോ? പ്രദേശത്ത് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണോ? സന്ധ്യ, കോഴിക്കോട് ജില്ലയിലെ പല മേഖലകളിലും പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഇന്ന് രാവിലെ മുതൽ കനത്ത രീതിയിൽ മഴ പെയ്യുകയാണ്. അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇതോടെ കോഴിക്കോട് പശുക്കടവ് പൂഴിത്തോട് മലയിൽ, ഇത് കുറ്റ്യാടി മേഖലയിലെ അടുത്ത പ്രദേശമാണ്. പശുക്കടവ് പൂഴിത്തോട് മേഖലയിൽ വനത്തിനുള്ളിലാണ് ഉരുൾപൊട്ടിയതായി ഇപ്പോൾ സംശയം എന്നൊരു വാർത്ത വരുന്നത്. സ്ഥിരീകരിച്ചിട്ടില്ല. പശുക്കടവ് പൂഴിത്തോട് മലയിൽ വനത്തിനുള്ളിലാണ് ഉരുൾപൊട്ടിയതായി സംശയമുള്ളത്. കാരണം ഈ വനത്തിൽ നിന്നും നല്ല രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ട്. ഈ മലവെള്ളം ഒലിച്ചിറങ്ങുന്നതിൽ വലിയ രീതിയിൽ ഉരുളും അതുപോലെ തന്നെ മണ്ണ് ഒലിച്ച് ഈ ഉരുൾപൊട്ടിയതുപോലുള്ള രീതിയിലാണ് ഒലിച്ചിറങ്ങുന്നതെന്നാണ് അവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്നാണ് അവരിങ്ങനെ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയതായിട്ടൊരു സംശയം പ്രകടിപ്പിക്കുന്നത്. ഈ മലയിൽ നിന്ന് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഈ മലയ്ക്ക് താഴെയുള്ള കടന്തറപ്പുഴയും അതോടൊപ്പം തന്നെ പശുക്കടവ് ചടയൻതോട് പുഴയും വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ട്. ഈ കടന്തറപ്പുഴയിൽ ഇരുവശത്തും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഏതാണ്ട് 16ഓളം കുടുംബങ്ങളെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതിൽ 2 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും ഒപ്പം തന്നെ 14 കുടുംബങ്ങളെ അവിടെയുള്ള ഒരു ഷെൽട്ടർ ഹോമിലേക്കും മാറ്റിയിട്ടുണ്ട്. ഈ പശുക്കടവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയോര മേഖലയാണ്. മുൻപും ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. 2014 ഉരുൾപൊട്ടൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ 2019 ഈ മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഈ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഇപ്പോൾ തൊട്ടിൽപ്പാലം പുഴയിൽ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയുള്ള 7 വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. തൊട്ടിൽപ്പാലം മുള്ളൻകുന്ന് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് വലിയ രീതിയിൽ വെള്ളം കയറിയിട്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപും ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ്. ഏതായാലും പശുക്കടവിലെ റവന്യൂ വകുപ്പിലെ ഷെൽട്ടർ ഹോമിലേക്കാണ് 16 കുടുംബങ്ങളെ. ഇപ്പോൾ കുറ്റ്യാടിയിലെ പ്രാദേശിക ലേഖകൻ സുഗുണൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. സുഗുണൻ, ഈ പൂഴിത്തോട് ഉൾവനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നതാണ് സംശയം. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? അവിടുന്ന് കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയൊക്കെയാണോ? നിലവിൽ ഇപ്പോൾ ഒരു 15ഓളം കുടുംബങ്ങളെ പശുക്കടവ് മേഖലയിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പശുക്കടവിൽ തന്നെയുള്ള ഷെൽട്ടറിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. കടന്തറപ്പുഴയിലും പശുക്കടവ് പുഴയിലും ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ കാവിലുംപാറ പഞ്ചായത്തിലും മലയോരങ്ങളിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടിട്ടുണ്ട്. തൊട്ടിൽപ്പാലം പുഴയിൽ ഇപ്പോൾ മലവെള്ളപ്പാച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. തൊട്ടിൽപ്പാലം പുഴയോരത്ത് ചോയ്ച്ചുണ്ട് എന്ന ഭാഗത്തുള്ള 10 വീടുകളിൽ ഇപ്പോൾ നിലവിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ 10 കുടുംബങ്ങളെയും ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉരുൾപൊട്ടലാണ് എന്ന സംശയം ഉണ്ടാവേണ്ട സാഹചര്യം എന്താണ്? ഉരുൾപൊട്ടലാണെന്ന് സംശയമുണ്ടായത് പുഴയിലൂടെ ശക്തമായ കല്ലും മണ്ണും അതുപോലെ പ്രത്യേക ഒരു ഗന്ധവുമുള്ള ജലം, അത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയങ്ങളിലാണ് അത്തരത്തിൽ വെള്ളം ഒഴുക്കുണ്ടാവുക. അതുകൊണ്ടാണ് നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളൊക്കെ അത് ഉരുൾപൊട്ടലാകാം എന്ന സംശയം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ശക്തമായ മഴയാണ്, ശക്തമായ മലവെള്ളപ്പാച്ചിലാണ്. പുഴയൊക്കെ നിറഞ്ഞ് കവിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് പശുക്കടവ് അതുപോലെ തന്നെ പ്രക്കന്തോട് ഭാഗത്തൊക്കെ ശക്തമായ ജലമൊഴുക്കുണ്ടായതുകൊണ്ടാണ് പൂഴിത്തോട് പശുക്കടവ് ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാവാം അതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നത്. ശരി, കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും ശക്തമായി മഴ തുടരുകയാണോ? കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ഭാഗങ്ങളിൽ കുറ്റ്യാടി, വെള്ളങ്ങാട്, വാണിമേൽ ഭാഗങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ എത്ര കുടുംബങ്ങളെയാണ് അവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്? 15ഓളം കുടുംബങ്ങളെയാണോ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്? കുറ്റ്യാടി മേഖലയിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 25ഓളം കുടുംബങ്ങളെ ഇപ്പോൾ നിലവിൽ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെ പലരും മാറി താമസിച്ചവരുമുണ്ട്. ശരി, പൂഴിത്തോട് നേരത്തെയും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മുടെ റിപ്പോർട്ട് നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മഴയുണ്ടാവുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാവാറുള്ള മേഖലയാണോ? പൂഴിത്തോട് വനമേഖലയിൽ മഴയുണ്ടായ സമയങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ
മേഖലയിൽ ജനവാസ മേഖലയിൽ തന്നെ നിരവധി തവണ ഉരുൾപൊട്ടലും വലിയ ദുരന്തങ്ങളും ഉണ്ടായ ഒരു മേഖലയാണ് പശുക്കടവ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഉരുൾപൊട്ടൽ സാധ്യത ഇതുപോലുള്ള മഴ ശക്തമായി മഴ അനുഭവപ്പെടുമ്പോൾ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി ഷെൽട്ടർ വരെ പശുക്കടവിൽ നിർമ്മിച്ചിട്ടുണ്ട്. ശരി, കുറ്റ്യാടിയിലെ പ്രാദേശിക ലേഖകൻ സുഗുണനാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ അഞ്ജന സുകുമാരൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അഞ്ജന, നിലവിലെ സാഹചര്യം, കൂടുതൽ കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ അവിടെ? ഈ പശുക്കടവ് പൂഴിത്തോട് മലയിലെ മലവെള്ളപ്പാച്ചിൽ കാരണം കടന്തറപ്പുഴയിലെ അതോടൊപ്പം തന്നെ ചടയൻതോട് പുഴയിലുമാണ് മലവെള്ളപ്പാച്ചിൽ മൂലം വെള്ളം ഉയർന്നിട്ടുള്ളത്. ഈ രണ്ട് പുഴയ്ക്ക് ഇരുവശമുള്ള കുടുംബങ്ങളെയൊക്കെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. 16 കുടുംബങ്ങളെ മൊത്തമായിട്ടും ആ പുഴയുടെ ഇരുകരകളിൽ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ ബന്ധുവീടുകളിലേക്കാണ് മാറിയത്. 14 പേർ ഷെൽട്ടറിലേക്കാണ്, റവന്യൂ വകുപ്പിന്റെ ഷെൽട്ടറിലേക്കാണ് മാറിയിട്ടുള്ളത്. നിലവിൽ അവിടെ ഇനി വേറെ മാറി താമസിക്കാനുള്ള കുടുംബങ്ങളൊന്നുമില്ല. ഒരു അപകട സാധ്യതയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കുറ്റ്യാടി മേഖലയിൽ മൊത്തമായി നോക്കുമ്പോൾ 25ഓളം കുടുംബങ്ങൾ മാറി താമസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാറി താമസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഈ മലയിൽ നിന്നുള്ള ഈ ഉരുളും അതുപോലെ തന്നെ ഈ ചെമ്മണ്ണ് കലർന്ന വെള്ളവും ഒക്കെ ഒലിച്ചിറങ്ങുന്നതാണ് അവിടെ ഒരു പരിഭ്രാന്തി പരത്തിയിരിക്കുന്നത്. നാട്ടുകാർക്കും അത് തന്നെയാണ് സംശയം, ഇതൊരു ഉരുൾപൊട്ടലാണോ എന്നുള്ളത്. ഈ പശുക്കടവ് ഭാഗത്ത് നേരത്തെയും ഉരുൾപൊട്ടിയിട്ടുണ്ട്. 2019 ഒരു വലിയ ഉരുൾപൊട്ടൽ ആ ഭാഗത്ത് സംഭവിച്ചിരുന്നു. അതിലൊരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ പശുക്കടവിൽ റവന്യൂ വകുപ്പ് ഒരു ഷെൽട്ടർ ഹോം നിർമ്മിച്ചിരിക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ ഈ 14 കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഏതായാലും മറ്റൊരു വാർത്ത വന്നിരുന്നു, ഈ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി താമസിച്ച 14 കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അവിടെ KCBയുടെ കറണ്ട് ഇല്ല, KCB കറണ്ട് വിച്ഛേദിച്ചു എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ മഴ കനക്കുന്നത് കൊണ്ട് അവിടെ വെള്ളം കയറാൻ ഇനിയും സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, അഞ്ജനയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പശുക്കടവ് പൂഴിത്തോട് മലയിൽ ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം. കടന്തറപ്പുഴയിലും പശുക്കടവിലും ചടയൻതോട് പുഴയിലും മലവെള്ളപ്പാച്ചിലാണ്. 15ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അഞ്ജന, ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോഴും ശക്തമായ മഴ പ്രദേശത്ത് തുടരുകയാണോ? അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് എങ്ങനെയാണ്? കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടായിരുന്നു. കടന്തറപ്പുഴയിലും പശുക്കടവ് ചടയൻതോട് പുഴയിലും മലവെള്ളപ്പാച്ചിലാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അഞ്ജന സുകുമാരൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, ഇപ്പോൾ ജില്ലയിൽ കനത്ത മഴയാണോ? അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് എന്തൊക്കെയാണ്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽക്ക് തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. നഗരപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട കനത്ത മഴയായിരുന്നുവെങ്കിൽ മലയോര പ്രദേശങ്ങളിലെ മഴ അതിനേക്കാൾ ശക്തമായിരുന്നു. ഈ മഴയ്ക്കൊപ്പം തന്നെ വലിയ രീതിയിൽ കാറ്റും വീശുന്നുണ്ടായിരുന്നു. പല മേഖലകളിലും തീരദേശ മേഖലകളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനൊക്കെ വിലക്കുണ്ടായിരുന്നു. മഴ മുന്നറിയിപ്പ് നാളെയുമുണ്ട്. നാളെയും ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് തന്നെയാണ് ഉള്ളത്. ഏതായാലും മഴ കനക്കുന്നുണ്ട്. നാളെയും ഇതിനേക്കാൾ ഒരുപക്ഷെ കൂടിയ രീതിയിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും റോഡുകൾ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഏതായാലും മഴ ഇപ്പോഴും കനത്ത് തന്നെ പെയ്യുകയാണ്. സന്ധ്യ, അഞ്ജന, ഈ പൂഴിത്തോട് ഉൾവനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നതാണ് സംശയം. നേരത്തെയും അഞ്ജന സൂചിപ്പിച്ചതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന മേഖലയാണ്. അപ്പോൾ ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അവിടുത്തെ പ്രദേശവാസികളൊക്കെ ഭീതിയോടെ താമസിക്കുന്ന ഒരു സാഹചര്യമാണോ അവിടെ? നിലവിൽ തൊട്ടിൽപ്പാലം പുഴയിലും അതുപോലെ കടന്തറപ്പുഴയിലും ഈ ഒരു വനത്തിൽ ഉരുൾപൊട്ടൽ മൂലം മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഇവിടെ വെള്ളം കൂടാറുണ്ട്, ജലനിരപ്പ് ഉയരാറുണ്ട്. വലിയ പേടിക്കേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇതുവരെയും. പക്ഷേ ഈ ഉരുളും അതുപോലെ തന്നെ കലങ്ങിയ വെള്ളവും ഈ ചെമ്മണ്ണ് കലർന്ന വെള്ളവും ഒക്കെ ഒഴുകി വരുന്നത് പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് ഉരുൾപൊട്ടലാണോ എന്നൊരു സംശയം നാട്ടുകാർക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെയും ഉരുൾപൊട്ടിയ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ആളുകളെല്ലാം തന്നെ അല്പം ആശങ്കയിൽ കൂടി തന്നെയാണ്.